ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ നീത് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ കടയിലോട്ട് പോവാണ് കേട്ടോ. കട ഏതാണെന്നൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. വണ്ടിക്ക് ചെറിയ കുലുക്കമുണ്ട്, അതുകൊണ്ട് ഫോൺ കടന്ന് കുലുങ്ങുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വീഡിയോ കാണാതിരിക്കരുത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. കട മസ്റ്റായിട്ടും കാണേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, കൂടെ വായോ. നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇപ്പം കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും ഇത് എവിടാ സ്ഥലം എന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറി കാണാം കേട്ടോ. കാണാം. ഇത് കാണാനാണ് നമ്മൾ അവിടെ നിന്നോടി ഇവിടെ വരെ വന്നത് കേട്ടോ. ഇത് നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ തിരക്കി വന്ന ചെല്ലൻ ചേട്ടൻ്റെ ചായക്കട കേട്ടോ. ചേട്ടൻ നമ്മുടെ ചെല്ലൻ ചേട്ടൻ കണ്ടോ ഗായ്സ്, ചെല്ലൻ ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ ചായക്കട കാണാനാണ് നമ്മൾ ഇത്ര ദൂരം ഓടി ഇവിടം വരെ വന്നത്. ഒരുപാട് സന്തോഷം വന്നതിൽ. കുറേ പേര് വരാറുണ്ട്, കുറേ പേര് വരാറുണ്ട്. ഇന്ത്യൻ്റെ എല്ലാ സ്റ്റേറ്റിനും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അതേമാതിരി തമിഴ്നാട്ടിലോട് ഒരു 10 രൂപ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ, ചേട്ടനെ കാണാൻ പറ്റിയതും, ചേട്ടൻ കടയിൽ വരാൻ പറ്റിയത്. കുറച്ച് പേര് പുറത്തുണ്ട്, ഇപ്പം വരും. ചെറിയൊരു കടയാണ് കേട്ടോ. കാണാൻ തുടങ്ങി നല്ല രസമുണ്ട്. ഇപ്പം നമ്മുടെ പഴയ ഒരു തനിമയെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു ചെറിയ ചായക്കടയാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വന്നിട്ടൊരു ചായ കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പം നമുക്ക് ചേട്ടനെ കൊണ്ടൊരു ചായയൊക്കെ ഇടിപ്പിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം ചായക്ക് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാം കേട്ടോ. ചേട്ടൻ്റെ കടയിൽ ഉഴുന്നുവട, സ്പെഷ്യൽ ചമ്മന്തി നമുക്ക് കഴിക്കാം. ചമ്മന്തി ഇരുന്നിട്ട് അപ്പം നമ്മൾ ചായ കുടിച്ചാൽ മാത്രം പോരല്ലോ, ചേട്ടാ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്നതിനും കൂടെ കാണുന്നത്. ഇപ്പം നമ്മളിങ്ങനെ ചില പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇവിടെ ചായ ഇടില്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട് ചായ എടുക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പം നമുക്ക് വേണ്ടിയുള്ള ചായ തയ്യാറാക്കുകയാണ് നമ്മുടെ ചെല്ലൻ ചേട്ടൻ കേട്ടോ. ഇവിടെ അതൊരു ചായ കുടിക്കുക എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജിയ ഫീലാണല്ലോ. അപ്പം അത് നമുക്കും കിട്ടട്ടെ എന്ന് വിചാരിച്ച് കയറി വന്നതാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടത്തോടെ. ആ വടയും ചമ്മന്തി അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള വടയും ചമ്മന്തി. കാരണം നമ്മൾ പല കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പിയായിട്ട് പുറത്തൊക്കെ അതും നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരുന്നിട്ട് ചേട്ടൻ്റെ ചായ കുടിക്കാം കേട്ടോ. നോക്കട്ടെ, നല്ല ചൂട് വടയും ചൂട് ചായയും അടിപൊളി. നീതുമോള് ആസ്വദിച്ച് വടയും ചമ്മന്തിയും കഴിക്കാൻ കേട്ടോ. അടിപൊളിയായിരുന്നു. ചായയും വടയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ചേട്ടനെ കണ്ട് അമ്മയാണ് അകത്തിരിക്കുന്നത്, ചേട്ടൻ്റെ വൈഫ് അവിടെ കണ്ട് അപ്പം അങ്ങ് ഇറങ്ങുക. എന്നെങ്കിൽ ഒരിക്കലും നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ നമ്മൾ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരുന്ന ആ ഒരു ചായക്കടയിലെത്തി. ആ ചായക്കടയിലെ ആ ചേട്ടനെയും ആ അമ്മയൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. എല്ലാവർക്കും ചാച്ചാ, ബൈ ബൈ.